ഇതൊരു 1/2 കിലോ പച്ചരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ എൻ്റെ കൈയളവിൽ ഒരു 2 കൈപ്പിടി ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരളവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിനിമം ഒരു 3 മണിക്കൂർ 5-6 മണിക്കൂർ കുതിർന്നാൽ അത്ര നല്ലതാണ് കേട്ടോ. നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം അരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ മയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ശകലം പുളിമാവ് ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഒരു ഫൈൻ പേസ്റ്റ് ആവണമെന്നില്ല, ചെറിയൊരു തരി ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. അരച്ച മാവ് ഒരു ചെരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് മൂടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ്, നമുക്ക് രാവിലെ നോക്കാം കേട്ടോ. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നന്നായിട്ട് ഇങ്ങനെ ഇതാ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5-1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടയിൽ ഇച്ചിരി ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി തണുക്കണം ഇത്. ഇപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുത്താൽ തന്നെ കിട്ടുന്നതാണ്. നമ്മൾ ഓയിലൊക്കെ തേച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിട്ട് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലെ ഇരിക്കുക. എടുക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനി സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ.